السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. നൂറുൽ ഇസ്ലാം ഈ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം ഇത് കഴിഞ്ഞ ഉടനെ കേൾപ്പിക്കണം. ഇത് ചോദ്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു 8-10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി അവസാനിക്കും. അപ്പോൾ വീണ്ടും ഈ പ്രസംഗം കേൾപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരട്ടെ. അല്ലാഹു നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ലിംഗത്തിൽ ഒന്ന് ഞെക്കിയപ്പോ കുറച്ച് മൂത്രം വന്നു. അപ്പോ മറ്റേ മാറ്റി നിസ്കരിക്കണമെന്നാണ് ചോദ്യം. വേണ്ട, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ ശേഷം അവന്റെ ലിംഗത്തിൽ ഒന്ന് ഞെക്കിയേക്കുമ്പോൾ എന്ത് ചെയ്ത് കുറച്ചും കൂടി മൂത്രണ്ട് പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം മൂത്രം പോകുന്നത് എപ്പോഴാണ്? മൂത്രം അവന്റെ ലിംഗത്തിൽ നിന്ന് പോകുന്നത് എപ്പോഴാണ്? അവൻ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് പോന്നിട്ടുള്ളത്. അപ്പോ അവന്റെ ഒന്നും മുറിട്ടില്ല. നിസ്കരിക്കുമ്പോൾ അവന്റെ ഒന്നും മുറിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ആ മൂത്രം പോകുന്നത്. അപ്പോഴാണ് അവന്റെ ഒന്നും മുറിട്ടുള്ളത്. നിസ്കാരം കഴിഞ്ഞ ശേഷം ഒന്നും മുറിഞ്ഞിട്ട് പിന്നെ നിസ്കാരം നടക്കണ്ടല്ലോ. അപ്പൊ ഏതായാലും ശരിയാ, നിസ്കാരം നടക്കണ്ട. പിന്നെ മറ്റൊരു ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കടം ഉള്ള ആൾ ഉംറ ചെയ്യാൻ പറ്റുമോ? കടമുള്ള ആൾക്ക് ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. കടം ഉള്ളതിനോട് കൂടെ ഒരാൾ ഹജ്ജ് ചെയ്തു എന്നാൽ ഹജ്ജ് സ്വീകരിക്കും, ഉംറ ചെയ്തു ഉംറ സ്വീകരിക്കും, അതൊക്കെ. പക്ഷെ അതേ സമയത്ത് അതിന്റെ ഏറ്റവും നല്ല മര്യാദ അല്ലേ, ഹജ്ജ് കഴിഞ്ഞാൽ ഒരാള് പിന്നെ എന്ത് ചെയ്തു, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ഉണ്ടല്ലോ. അതിന്റെ പൂർണ്ണമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവൻ യൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അങ്ങോട്ട് പ്രസവിച്ച ദിവസം പോലെ ആകുന്ന. എന്താ ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഉമ്മ ഒരു കുട്ടിനാട് പ്രസവിച്ചാൽ ആ കുട്ടിക്ക് യാതൊരു ദോഷവും ഇല്ലല്ലേ. അള്ളാഹുവിനോടുള്ള ഹക്കും ഇല്ല, പിന്നെയോ മനുഷ്യന്മാരോടുള്ള ഹക്കും ഇല്ല. ഒന്നും അവന് വീട്ടാനില്ല. അവൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അവനിൽ ഒന്നുമില്ല. അള്ളാഹുവിനും അവൻ ദോഷം ചെയ്തിട്ടില്ല, മനുഷ്യന്മാരോടുള്ള ഹക്കറപാടും അവനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കുമല്ലോ ഉമ്മ പ്രസവിച്ച ആ ദിവസം ഉള്ള ആ കുട്ടി. അതുപോലെയാണ് ഹജ്ജ്, മബ്റൂറായ ഹജ്ജ് ചെയ്താൽ എന്ന്. അപ്പൊ അതാവണെങ്കിൽ എന്ത് വേണം? ആദ്യം ഹജ്ജിന് പോണതിനൊക്കെ മുമ്പായിട്ട് നന്നായിട്ട് ഈ കൊടുത്തുവിട്ടാനുള്ള ആളുകളുടെ ഹക്കറപാടുകളെ കൊടുത്തുവിട്ടുക, പൊരുത്തപ്പെടിപ്പിക്കാനുള്ള ആളുകളെ കൊണ്ടൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുക. അങ്ങനെ മനുഷ്യന്മാരോടുള്ള ഒരു ബാധ്യതയും അവനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ അള്ളാഹുവിനോട് ചെയ്ത ദോഷങ്ങൾക്ക് നസൂഹായ ശരിക്കുള്ള തൗബ ചെയ്യുകയും ചെയ്യുക. അപ്പൊ അള്ളാഹുവിനോടുള്ള അവന്റെ കടപ്പാടുകളൊക്കെ അവ വീട്ടി അവൻ യാതൊരു ബാധ്യതയും ഇല്ലാത്തവനായിരിക്കുന്നു. അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകളൊക്കെ അവൻ അള്ളാഹുവിനെ കൊണ്ട് എന്ത് ചെയ്തു, പിന്നെ അള്ളാഹു പുറത്ത് കൊടുത്തിരിക്കുന്നു. അവൻ ആ രീതിയിലുള്ള തൗബ ചെയ്തിരിക്കുന്നു. പിന്നെ മനുഷ്യന്മാരോടുള്ള ഹക്കറപാടുകളൊക്കെ അതൊക്കെ വീട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അവൻ പൂർണ്ണമായും ശുദ്ധീകരിച്ചിരിക്കുന്നു. പിന്നെ ഒരു ഹജ്ജാണ്ട് ചെയ്തു നിൽക്കുക. അതുകൊണ്ട് അവൻ പൂർണ്ണമായും ശുദ്ധീകരിച്ചു. അപ്പോ ഒരാളെ ഹജ്ജ് ഉംറ അതിൻ്റെതായ പൂർണ്ണമായ ആ സവാബ് ഉണ്ടല്ലോ, അതുകൊണ്ട് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും അത് വേണമെങ്കിൽ എന്ത് വേണം, അതിന് മുമ്പായി മനുഷ്യന്മാർക്ക് കൊടുത്തുവിട്ടാനുള്ള പൈസകളൊക്കെ നീ കൊടുത്തുവിട്ടുക, പൊരുത്തപ്പെടിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുക, പിന്നെ നല്ല തൗബ ചെയ്യുക, അതിന് ശേഷം ചെയ്യുക. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക. ഇനി അതൊന്നും ചെയ്യാതെ ഒരാളെ ഹജ്ജ് ചെയ്തു നിൽക്കുക കടമുള്ളതിനോട് കൂടി, അല്ലെങ്കിൽ ഉംറ ചെയ്തു, എന്നാൽ ഹജ്ജും ഉംറയും സ്വീകരിക്കും. അതാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ. ഉസ്താദെ, ഫാത്തിമ ഇശൽ എന്ന പേര് ഇടാമോ? അതിന്റെ അർത്ഥം പറയാമോ? എന്താ അതിനൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? ഫാത്തിമ ഇശലെ എന്താണ് ഈ ഫാത്തിമ പോലെ എന്തിനാ ഇശൽ? എന്താ ഇശൽ എന്ന് പറയുന്നത്? അറബിയാ ഇശൽ? മറ്റേ ഈ പാട്ടിലൊക്കെ കാണല്ലേ ഇശൽ, തൊങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഇശൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്, പിന്നെ രാഗം, അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ ഈ മറ്റേ ഈണം, അതല്ലെങ്കിൽ രീതി എന്നൊക്കെ ആയിരിക്കും അതിന്റെ അർത്ഥം. അപ്പൊ ഏതായാലും ശരി, ഇതാണ്. അത് മലയാള പദമാണെന്നാണ് എന്റെ അറിവ്, അറബി അല്ല. എന്നെ പ്രിയപ്പെട്ട സഹോദരൻ, എന്താ പറഞ്ഞ ഇശയിൽ നടത്ത് എത്ര ഉഷാറ, ഫാത്തിമ ഇശൽ എത്ര രസമുള്ള ഇതാണ്. എന്തെല്ലാം വേറെ നല്ല എന്റെ പദങ്ങളുണ്ട് അല്ലേ, വേറെന്തെല്ലാം ഉണ്ട്, അകട്ടൂടെ. അപ്പൊ പോട്ടെ. പിന്നെ
എന്താ ഫാത്തിമാനകൾ മനസ്സിലാക്കണത്? ഫാത്തിമ അല്ലെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ പേരിനോട് ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഇതാണല്ലേ ഫാത്തിമ. അതാ നമ്മളാ ഫാത്തിമ എന്താ, ഫാത്തിമാനെ ഫാത്തിമ തന്നെയാണ് വിളിക്കാൻ. ഫാ ആയിട്ടും ആ ഫാ ഒക്കെ ഉണ്ടല്ലോ, ഫാത്തിമ എന്ന് ശരിക്കും വിളിക്കാൻ അത് അതിന്റെ ഒരു ഭംഗിയാണ്. അത് ഫാത്തിമ. അറബികളൊക്കെ ഫത്തൂമി എന്നറിയില്ലേ, ഫാത്തിമാനെ ഓമനിച്ചിട്ട് ഫത്തൂമി എന്നൊക്കെ പറയും. ഇത് നമ്മളത് പാറ്റി മാറ്റി പാത്തു ആറ്റി എന്നൊക്കെ അങ്ങനെ പാ ആറ്റിയാകില്ലേ, അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടതാണ്. അപ്പോ അതാ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്താ ഫാത്തിമ ബീവി എന്ന് പറഞ്ഞാല് സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു ആ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ചുവന്ന നിറം കലർന്ന വെളുപ്പ് നിറം. ഫാത്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏകദേശം രൂപമായിരുന്നു ഫാത്തിമ ബീവിക്ക്. വല്ലാത്ത സൗന്ദര്യം. ഫാത്തിമ ബീവിന്റെ പുരികം, ഫാത്തിമ ബീവിന്റെ മൂക്ക്, അതിന്റെ ആ ചുണ്ട്, പല്ലുകൾ എല്ലാം ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ എന്തെല്ലാം സ്വഭാവങ്ങളാണ് വേണ്ടത് ശരീരത്തിന്, ആ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ മകളല്ലേ, ഖദീജ ബീവിന്റെ മകളല്ലേ. ഖദീജ എന്ന് പറഞ്ഞ ആരാണ്? മക്കയിലെ ഏറ്റവും ഉന്നത കുലത്തിൽ ജനിച്ച അല്ലേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ പ്രകൃതിയുള്ള നടത്തൊക്കെ റസൂലുള്ളാഹിന്റെ മാതിരിയായിരുന്നു. അകത്തേക്ക് കുറച്ചൊരു വളഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ നീർന്ന് നടക്കില്ലാതെ, വളഞ്ഞ ആളൊന്നല്ല, പക്ഷെ നടക്കുമ്പോ ഒരു മുൻഭാഗത്തേക്ക് അല്പം ഇങ്ങനെ ഒന്ന് തലങ്ങനെ താഴ്ത്തിട്ടാണ് നടക്കുക. റസൂലുള്ളാഹിന്റെ നടത്തും ഇരുത്തും സ്വഭാവവും ഒക്കെയുള്ള സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്ന ആളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കണ്ണുനീര് താഹിറാണോ? കണ്ണുനീര് താഹിറാണ്. കണ്ണുനീര്, ഉമിനീര് ഒക്കെ താഹിറാണ്. കണ്ണുനീർ വെള്ളം ഒഴിക്കണതേ അതിന് രസമൊന്നല്ല, അത് താഹിർ തന്നെയാണ്. അതുപോലെ തന്നെ വായന്ന് വരുന്ന ഉമിനീരുണ്ട്, അതും താഹിറാണ്. അതേസമയത്ത് വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന കേരൊക്കെ ഉണ്ടല്ലോ, അത് ഉറങ്ങിയിട്ട് ആദ്യം തന്നെ വരുന്നതല്ല, ഉറക്ക് കുറെ കണ്ട് ആയതിനു ശേഷം പിന്നെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതുണ്ട്, അത് നജസാണ്. ഉമിനീര് താഹിറാണ്, കണ്ണുനീരൊക്കെ താഹിറാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇവിടെ മക്കയിൽ മുജാഹിദ് ഗ്രൂപ്പ് ഉംറക്ക് കൊണ്ടുവന്നാൽ 2 ഉംറ കിട്ടാൻ 15 ദിവസത്തിന്റെ ഇടക്ക് മദീനയിൽ കൊണ്ടുപോയി തിരിച്ചു വരും. കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് യാത്ര ശേഷം 2 ഉംറ കിട്ടാൻ ഏറ്റവും നല്ലത് ഇതാണ് എന്ന് പറയുന്നു. മറ്റു എല്ലാ ഗ്രൂപ്പും മദീന വഴി പോകാറാണ് പതിവ്. ഇതിന് വല്ല പ്രത്യേകതയുമുണ്ടോ? അത് അവർക്ക് അറിയാത്തതിന്റെ പേരാണ്. അവർക്കൊരു ധാരണ, ഒരു യാത്രയിൽ ഒരു ഉംറയെ പറ്റുള്ളൂ എന്ന് ഒരു ധാരണ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ ഒരു ഉംറ ചെയ്തുള്ളൂ. റസൂൽ ഉംറക്ക് പോയപ്പോഴേ ഒരു ഉംറ ചെയ്തുള്ളൂ, 2 ഉംറ ചെയ്തില്ല. അതാണ് അതിന് കാരണം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉംറ കഴിഞ്ഞ് മറ്റേ ഉംറന്റെ ഇടയിൽ ഇത്ര താമസം വേണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതന്നെ ഒരു ഉംറ കഴിഞ്ഞ ശേഷം വേറൊരു ഉംറ ചെയ്യണമെങ്കിൽ ഇത്ര കാലതാമസം വേണം അല്ലെങ്കിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉലമാഇന്റെ കിതാബുകളിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ ഒരു ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു ഉംറ ചെയ്യണമെങ്കിൽ ഇത്ര കാലം കൂടിയും കഴിയണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഉടൻ തന്നെ വേറെ ഉംറ പറ്റുന്നതിന്റെ അർത്ഥം ഇതൊക്കെ മനസ്സിലാക്കാൻ അത്രമാത്രം വലിയ വിവരമൊക്കെ വേണം. വിശുദ്ധ ഖുർആനിലില്ല അല്ലേ ഒരു ഉംറ കഴിഞ്ഞ് രണ്ടാമത്തെ ഉംറക്ക് ഇത്ര കാലതാമസം വേണമെന്ന് ഇല്ല. എന്നാൽ ഏതെങ്കിലും ഒരു ഹദീസിലുണ്ട് അങ്ങനെ? അതും ഇല്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഫുഖഹാക്കളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ഉംറ കഴിഞ്ഞ് രണ്ടാമത്തെ ഉംറക്ക് ഇത്ര കാലതാമസം വേണമെന്ന്? അതും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിന്റെ അർത്ഥം അവരാരും അതിന് പ്രത്യേകമായ നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ ഒരു നിബന്ധനയുമില്ല, ഒരു ഉംറയും തഹ്ലീലായ ഉടൻ തന്നെ വേറെ ഉംറയും ചെയ്യാം എന്നാണ്. എന്റെ അർത്ഥമാണ് ഒരു ഉംറയും തഹ്ലീലായി ഉടൻ തന്നെ വേറെയും ഉംറ ചെയ്യാം, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിന്നെ ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ ഫുഖഹാക്കളുടെ കിതാബുകളിലൊക്കെ വേണ്ടേ? ഇല്ല. അപ്പൊ ഇനി രണ്ടാമത്തെ ഉംറ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് ഇനി ചിന്തിക്കേണ്ടതില്ല. ഒരു ഉംറ തഹ്ലീലായി മക്കയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ ഹജ്ജ് പോകണം. അതാണ്
മക്കയുടെ അപ്പുറത്തേക്ക് ഹറമിന്റെ പുറത്തേക്ക് പോകണം. ഹറമിന്റെ പുറത്തേക്ക് അവൻ പോകുന്നു, തൻഈമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇഹ്റാമിലേക്ക് പോകുന്നു. അവിടുന്ന് ഇഹ്റാം ചെയ്യുന്നു, വീണ്ടും ഉംറ ചെയ്യുന്നു, അതിന് തഹ്ലീലാകുന്നു. അതിന് തഹ്ലീലായി വീണ്ടും ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വീണ്ടും ഉംറ ചെയ്യാം. എന്തുകൊണ്ട് ഉംറ ചെയ്യാം? ഹദീസിലോ അല്ലെങ്കിൽ ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഫുഖാഹിന്റെ കിതാബുകളിലോ ഇല്ല ഒരു ഉംറ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണമെങ്കിൽ ഇത്ര കാലതാമസം വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ഇല്ലാത്ത ഓരോ മസല ഉണ്ടാക്കാൻ നിൽക്കണ്ടാന്ന്, അതൊക്കെ പൊടുള്ളൂ. പിന്നെ അവർ ന്യായം പറഞ്ഞത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി റസൂൽ സഹാബത്തൊക്കെ പാടെ ഹജ്ജത്തുൽ വദാഇന് ആ വർഷം പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഹൈലുണ്ടായി, ഹജ്ജിന്റെ ഇടയിൽ ഹൈലുണ്ടായി. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള പറഞ്ഞു, എന്ത് തവാഫ് അല്ലാത്തതെല്ലാം ചെയ്യാൻ പറഞ്ഞു. ഇഫാത്തിന്റെ തവാഫ് പറ്റുമല്ലോ, ഇഫാത്തിന്റെ തവാഫ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങനെ ഹൈദ് മാറി കുളിച്ചതിന് ശേഷം ഇഫാത്തിന്റെ തവാഫ് ചെയ്തു. അങ്ങനെ ഹജ്ജിൽ നിന്ന് തഹല്ലുലായി. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉംറ ചെയ്യാൻ വേണ്ടി തൻഈമിലേക്ക് പറഞ്ഞയച്ചു ആയിഷ ബീവിനെ. ആയിഷ ബീവിന്റെ കൂടെ തുണക്ക് ആരെയും പറഞ്ഞയച്ചു? ആയിഷ ബീവിന്റെ സഹോദരൻ അബ്ദുല്ലാഹ് എന്നവരെയും പറഞ്ഞയച്ചു. അബ്ദുല്ലാഹിബിൻ അബൂബക്കർ, അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനെയും കൂടെ പറഞ്ഞയച്ചു. അപ്പോ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനോട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹ് കൽപ്പിച്ചില്ല എന്നപ്പോ ന്യായം പറഞ്ഞത്. ആയിഷ ബീവിന്റെ കൂടെ തുണക്ക് പോയ തൻഈമിലേക്ക് തുണക്ക് പോയ സഹോദരനോട് ഉംറ ചെയ്യാൻ വേണ്ടി റസൂൽ കൽപ്പിച്ചില്ല. അതാണ് ന്യായം പറഞ്ഞത്. ഒരു യാത്രയിൽ ഒരു ഉംറയെ പറ്റുള്ളൂ എന്ന് ന്യായം പറഞ്ഞ പദ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആയിഷ ബീവിന്റെ സഹോദരനോട് ഉംറ ചെയ്യാൻ വേണ്ടി റസൂൽ കൽപ്പിച്ചില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം ഉംറ ചെയ്യാൻ പറ്റൂല എന്നാ അല്ലല്ലോ. അതുകൊണ്ട് ആ മസല കിട്ടുമോ? അതിന് വേറെ മസലാണ് കിട്ടുക അല്ലേ? റസൂലുള്ളാഹി വേറെ കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ റസൂലുള്ളാഹിനെ കൽപ്പിച്ചു നോക്കുക. ആയിഷ ബീവിക്ക് തുണക്ക് പോയി ആയിഷ ബീവിന്റെ സഹോദരനോട് പറഞ്ഞു, നീയും എന്ത് ചെയ്തോ, ഉംറക്ക് ഇഹ്റാം ചെയ്തോ എന്ന് കൽപ്പിക്കുകയായിരുന്നെങ്കിൽ അതിനൊരു മസല വരും. അപ്പോ എന്താ മസല? മക്കയിൽ നിന്ന് ആരെങ്കിലും ഹറമിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് പോയി വീണ്ടും ഹറമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവൻ ഒരു ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യേണ്ടതാകുന്നു എന്ന മസല വരൂലേ? അതല്ല വരിക. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൽപ്പിക്കാതിരുന്നത്. അതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സംബന്ധമായ ഒരു വിവരമില്ലാത്തതിന്റെ പേരിൽ ഓരോന്ന് പറയാം. മനുഷ്യന്മാരെ അമല് കുറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് സഹോദരനോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വുളു എടുത്ത ആൾ വസ്ത്രം മാറുന്ന സമയത്ത് അവന്റെ കൈ ലിംഗത്തിൽ തട്ടിയാൽ വുളു മുറിയുമോ? എന്താണ് ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു ആവശ്യമുള്ളത്? മുങ്കയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാ വുളു മുറിയും, അതല്ലേ? അതിന് വസ്ത്രം മാറുന്ന സമയമായാലും വേണ്ട എങ്ങനെ മുങ്കയിന്റെ പള്ള കൊണ്ടായിരിക്കണം അല്ലേ? മുങ്കയിന്റെ പള്ള കൊണ്ട് പിന്നെ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊട്ട് എന്നാല് വുളു മുറിയും. അപ്പൊ പിന്നെ വസ്ത്രം മാറുന്ന സമയത്തോ എങ്ങനെയാവട്ടെ അവന്റെ ലിംഗത്തിൽ അവന്റെ കൈ തട്ടി. കൈ എവിടെ തട്ടിയത്? കൈന്റെ മുങ്കയിന്റെ പള്ളയാണ് തട്ടിയത്. എന്നാ വുളു മുറിയും. അത് വസ്ത്രം മാറുന്ന സമയത്തായാലും വേണ്ട എങ്ങനെയാലും വേണ്ടില്ല വുളു മുറിയും. അതല്ല പിന്നെ മുങ്കയിന്റെ പള്ളന്നല്ല അതിന്റെ പുറംഭാഗം തട്ടിയത്, അതിൽ വിരലുകളുടെ ഇടയ്ക്കാണ് തട്ടിയത് നിൽക്കുക. അല്ലെങ്കിൽ മുങ്കൈ അല്ല തട്ടിയത്, നേരം വുളു മുറിയും ചെയ്യൂല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സുബ്ഹിന്റെയും അസ്റിന്റെയും ശേഷം ഇഹ്റാം ചെയ്യുമ്പോഴും യാത്ര പുറപ്പെടുമ്പോഴും ഇഹ്റാമിന്റെ സുന്നത്തും യാത്രയുടെ സുന്നത്തും നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഒരാൾ ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. കാരണം അസ്റിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും കാരണം മുന്താത്ത നിസ്കാരങ്ങൾ ഹറാമാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ തഹരീമിന്റെ കറാഹത്താണ്, ഹറാമിന്റെ കുറ്റമുള്ള കറാഹത്താണ്. സുബ്ഹിന്റെ ശേഷം അതുപോലെ തന്നെ അസ്റിന്റെ ശേഷം കാരണം മുന്താത്ത നിസ്കാരം, ഇതൊക്കെ കാരണം പിഞ്ച നിസ്കാരമാണ്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം കാരണം പിഞ്ചതാണ്. കാരണം ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷമാണ് ഇഹ്റാം ഉണ്ടാകുന്നത്. അപ്പൊ കാരണം പിഞ്ചതാണ്.
യാത്രയുടെ സുന്നത്തസ്കാരം കഴിഞ്ഞ ശേഷമാണ് യാത്ര എന്ന് പറയുന്ന കാരണം ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ കാരണം പിന്തിയതാണ്, അത് നിസ്കരിക്കാൻ പറ്റുകയില്ല. പിന്നെ മുസ്തഅമൽ ആയ വെള്ളം കൊണ്ട് സുന്നത്തായ അവയവം കഴുകാമോ? അത് പറ്റും. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് അശുദ്ധി ഉയർത്താനും പറ്റുകയില്ല, നജസ് ശുദ്ധീകരിക്കാനും പറ്റൂല, അത്രേ ഉള്ളൂ. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ടേ ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ ഉയർത്താൻ പറ്റുകയില്ല, അതുപോലെ തന്നെ നജസ് ശുദ്ധീകരിക്കാനും പറ്റുകയില്ല, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് പറ്റും. പിന്നെ എന്താണ് ജനാസ മറ്റു ഗ്രഹങ്ങളിൽ ഖബർ അടക്കാമോ? ജനാസ ഖബർ അടക്കണമെന്നേ ഉള്ളൂ അല്ലേ? ജനാസ മറടക്കണമെന്നേ ഉള്ളൂ. അത് എവിടെ വേണ്ടില്ല, ഭൂമി തന്നെ ആവണമെന്നില്ല. സമുദ്രത്തിലാണെങ്കിൽ വെള്ളത്തിൽ താഴ്ത്തിയാലും മതി. സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ്, കപ്പലിൽ വെച്ച് ആള് മരിച്ചു നിൽക്കുക, എന്നാൽ അയാളുടെ ജനാസ മൈസ്കാരം കഴിഞ്ഞ ശേഷം വെള്ളത്തിൽ താഴ്ത്തിയാൽ മതി. അതുപോലെ തന്നെ ഇനി എവിടെയായാലും ശരി അത് മറടിച്ചാൽ മതി. പിന്നെ ബനിയൻ കൊണ്ട് പൊക്കിൽ മറച്ചാൽ നിസ്കാരം ശരിയാകുമോ? മുട്ടുപൊക്കന്റെ ഇടയിലെ സ്ഥലം മറയണം, അത്രയാണ്. അതുകൊണ്ട് ബനിയൻ കൊണ്ടായാലും വേണ്ടില്ല, എന്തുകൊണ്ടായാലും വേണ്ടില്ല. മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം മുകൾ ഭാഗത്തു നിന്നും ചുറ്റുഭാഗത്തു നിന്നും നോക്കിയാൽ കാണുന്ന രീതിയിൽ ആവരുത്. മുകൾ ഭാഗത്തു നിന്ന് നോക്കിയാൽ കാണാൻ പാടില്ല, ചുറ്റുഭാഗത്തു നിന്ന് നോക്കിയാൽ കാണാൻ പാടില്ല, ആ രീതിയിൽ മറക്കണം. അത് എന്തുകൊണ്ട് മറച്ചാലും വേണ്ടില്ല. മുങ്കയിന്റെ പള്ള കൊണ്ട് മുന്തുവാരത്തെ തൊടുക എന്നത് ദ്വാരത്തിൽ തൊട്ടാൽ മാത്രം, ലിംഗം നിറ ദ്വാരം മാത്ര മുന്തുവാരം എന്ന് പറഞ്ഞാല്, മുങ്കയിന്റെ പള്ള കൊണ്ട് മുന്തുവാരം എന്നല്ല ഉള്ളത്, ലിംഗം എന്നുള്ളത്. മുങ്കയിന്റെ പള്ളം കൊണ്ട് മുന്തുവാരം എന്ന് പറഞ്ഞാൽ ദ്വാരം മാത്രമല്ല, ലിംഗം, അതാണ് ഗുഹ്യസ്ഥാനം തൊടുകയാണല്ലേ. മസ്സു ഫർജിൽ ആദമി എന്നുള്ളത്, അല്ലാതെ മുന്തുവാരം എന്നല്ല ഉള്ളത്. മസ്സു ഫർജിൽ ആദമി എന്ന മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക മുങ്കയിന്റെ പള്ളം കൊണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നോമ്പിന് രാത്രി നിയ്യത്ത് വെക്കുമ്പോൾ നാളത്തെ നോമ്പ് എന്നാണോ പറയേണ്ടത്? അറബി ദിവസം രാത്രി അല്ലേ തുടങ്ങുന്നത്, അപ്പോൾ ഇന്നത്തെ നോമ്പ് എന്നാണോ കരുതേണ്ടത്? വദൻ എന്നാണ്. വദൻ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. ഇനി നാളെ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നാളെ എന്ന് പറഞ്ഞാല്? നാളേക്ക് പല അർത്ഥമുണ്ട് അല്ലേ? ഖിയാമത്ത് നാളിനെ കുറിച്ച് നാളെ എന്ന് പറയുമ്പോൾ, നാളെ മഹ്ശറാവാൻ സഭയിൽ നിന്നൊക്കെ നാളെ ഈ ഇന്നത്തെ മാരിബായ ഖിയാമത്ത് നാൾ എന്നതിന്റെ അർത്ഥം അല്ല. അപ്പൊ നാളെ എന്നുള്ളതിന് ഭാവി എന്നാണ്. അതാണ്. നാളേക്ക് കുറെ അർത്ഥണ്ടേ, ഒരുപാട് അർത്ഥമുണ്ട് നാളേക്ക്. അപ്പൊ രാത്രി നാളെ എന്ന് പറഞ്ഞാൽ ഈ സുബഹിന്റെ ശേഷമുള്ള ഈ പകൽ എന്നാണ് അതിന്റെ അർത്ഥം. മഗ്‌രിബിന്റെ മുമ്പായിട്ട് നാളെ പറഞ്ഞാല് നാളത്തെ ആ ദിവസത്തിനാണ് അർത്ഥം. രാത്രി ഒരാൾ വദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഫജ്ർ സാദിഖ് ഒഴിവായതിനു ശേഷമുള്ള സമയം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ മലയാളത്തിലെ നാളെക്കും അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്, അറബിലെ വദനുണ്ട്, അങ്ങനെ പല അർത്ഥങ്ങളും. അപ്പൊ അത് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്റെ ഒരു സുഹൃത്ത് ഭാര്യയുമായി വഴക്ക് കൂടി, നീയും ഞാനും ഇനി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. അത് തലാഖാകുമോ? ഇല്ല, തലാഖാകൂല. നീ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പല അർത്ഥമുണ്ട്, അതുകൊണ്ട് തലാഖാവൂല. തലാഖാണെങ്കിൽ സരീഹായി പറയണം. ഒന്നുകിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് പറയണം, അല്ലെങ്കിൽ അവളെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് പറയും. അതല്ലെങ്കിൽ പിന്നെ കിനായത്ത് ആയ പദങ്ങളുണ്ട്, അത് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് തലാഖാവാനും തലാഖാവാതിരിക്കാനും സാധ്യതയുള്ള പദങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണമെങ്കിൽ അവനോട് ചോദിക്കണം, എന്തായിരുന്നു ആ സമയത്ത് നിന്റെ മനസ്സിൽ തലാഖ് എന്നായിരുന്നോ എന്ന്. അവൻ തലാഖായിരുന്നു എന്ന് പറഞ്ഞാൽ തലാഖാവും, അല്ലെങ്കിൽ തലാഖാവൂല. ഏതായാലും ഇതുകൊണ്ടൊന്നും തലാഖാവൂല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയും പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു എളിയ ഖിദ്മത്തായി അള്ളാഹു ഖബൂൽ ചെയ്യുകയും
അതിന്റെയൊക്കെ സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെ ദുആ കൊണ്ട്